ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ഇന്ന് നിർണായകം. റിമാൻഡിൽ കഴിയുന്ന PS പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അശ്വിൻ ഡിയോഗോ ചേരുന്ന വിവരങ്ങളുമായി. അശ്വിൻ, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്? നിലവിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്? അശ്വതി, ഈ കേസിൽ ഇന്ന് നിർണായക ദിനമാണ്. കാരണം രണ്ട് കേസുകളാണ് നിലവിൽ ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ നിലനിൽക്കുന്നത്. അതിലൊരു കേസിലാണ് കഴിഞ്ഞ ജൂലൈ 23 കരകുളത്തെ വീട്ടിൽ വെച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം SIT ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇന്ന് വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. 2019 ഈ അനുമതിയില്ലാതെ, ഹൈക്കോടതി അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും പുറത്തേക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നത് അത് 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് SIT സംഘത്തിന്റെ കണ്ടെത്തലായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിലാണ് ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ ധൃതി പിടിച്ചുള്ള ജാമ്യാപേക്ഷ ഇപ്പോൾ PS പ്രശാന്ത് നൽകിയിട്ടുള്ളതിന് കാരണം ശബരിമലയിലെ കഴിഞ്ഞ മണ്ഡലകാലത്തെ ശബരിമലയിലെ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് അതിവേഗത്തിൽ ഈ ഒരു ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതിനെ എതിർക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രതികളെ അടക്കം സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയായിരിക്കും ഈ SIT ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ ശക്തമായി വാദിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ മണ്ഡലകാലം 2025 നടന്ന ഈ ശബരിമല നെയ്ക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കൂടി അദ്ദേഹത്തിന് വരുന്നുണ്ട്. നേരത്തെ ഈ തമിഴ്നാട് ആസ്ഥാനമായ ഒരു കമ്പനി കുറഞ്ഞ വിലയ്ക്ക് ഇത്തരത്തിൽ 2025 അരവണ നിർമ്മിക്കുന്നതിന് വേണ്ടി നെയ്യ് നൽകാമെന്നുള്ള ടെൻഡർ നൽകിയിട്ടും അത് മറികടന്ന് അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്നും വാങ്ങിയതോടുകൂടി 2.5 കോടി രൂപയുടെ നഷ്ടം ബോർഡിനുണ്ടായി എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തലായി പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല അതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ രണ്ട് കേസുകളിൽ ആദ്യ കേസിലാണ് ഇപ്പോൾ PS പ്രശാന്ത് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അത് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, അശ്വിൻ ഡിയാഗോ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും PS പ്രശാന്തിന് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് ഇന്നറിയാം.